അമ്മയ്ക്ക് വിളിച്ചാൽ തല്ലണം, തല്ലിയിരിക്കണം. അത് ആരായിരുന്നാലും തല്ലിയിരിക്കണം. ഞാനായിരുന്നെങ്കിലും തല്ലും എന്നൊക്കെയാണ് കമന്റ് ബോക്സ് മൊത്തം നിറയുന്നത്. എന്താണ് സംഭവം എന്നുള്ളത് കണ്ടു നോക്ക്. കണ്ടില്ലേ, കോഴിക്കോട് പേരാമ്പ്രയിൽ നടന്നൊരു സംഭവമാണ്. ഒരു ഓട്ടോക്കാരൻ ഒരു പെട്രോൾ പമ്പിൽ നിൽക്കുന്ന ചേച്ചീനെ തല്ലുന്ന വീഡിയോസും അതിനെ സംബന്ധമായിട്ട് ഭയങ്കരമായിട്ട് നടക്കുന്ന ഒരു പ്രശ്നം. അപ്പം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ പറയുന്നത് അച്ഛനെ വിളിച്ചു കഴിഞ്ഞാൽ തല്ലും, അമ്മേനെ തെറി വിളിച്ചു കഴിഞ്ഞാൽ തല്ലും എന്നാണ്. പക്ഷെ തല്ലുന്നതിന് മുമ്പ് എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കണ്ടേ നമ്മൾ. ഈ ചങ്ങാതി പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പിൽ വന്നതാണ്. പെട്രോൾ പമ്പിൽ വരുമ്പം ഓട്ടോയിൽ ചന്ദനത്തിരി കത്തിച്ചു വെച്ചിട്ടുള്ളൂ. ആ ചേച്ചി പറഞ്ഞ് ചന്ദനത്തിരി ഒന്ന് അണച്ചേക്ക്, പെട്രോൾ പമ്പല്ലേ എന്ന് പറഞ്ഞു. അതിന് അയാൾ തയ്യാറായിട്ടില്ല. അപ്പോൾ ആ ചേച്ചി അത് അണയ്ക്കാൻ ശ്രമിച്ചു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളായി, തെറിവിളിയായി. അപ്പോൾ ചേച്ചി തെറിയും വിളിച്ചു അവനെ. അപ്പോൾ ആ ചേച്ചീനെ അവൻ അടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കെ. അപ്പോൾ ഇതിൽ കമന്റ് ബോക്സിൽ കുറേ ആൾക്കാർ വന്ന് പറയുന്ന അച്ഛനെ അമ്മേനെ വിളിച്ചോണ്ടല്ലേ തല്ലുന്ന. പെട്രോൾ പമ്പിൽ തീയും കത്തിച്ചിട്ട് ചെല്ലുകയാണ് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആർക്കാണ് തല്ല് കൊടുക്കേണ്ടത്? ആ ഓട്ടോക്കാരനല്ലേ തല്ല് കൊടുക്കേണ്ടത്? നിങ്ങൾ പറയും. എന്നിട്ട് ആ ഒരു 48 വയസ്സായ ആ ഒരു പാവപ്പെട്ട ചേച്ചീനെ തല്ലിയതിന് അതിനെപ്പോലും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. നമ്മൾ പോവോ പെട്രോൾ പമ്പിൽ? തീപ്പന്തവും കൊളുത്തിയിട്ടാണോ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ പോണത്? ഒന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ പറയും. അത് അണയ്ക്കാൻ പറഞ്ഞതിൻ്റെ പേരിലാണ് ആ ചേച്ചീനെ അവൻ തല്ലിയത്. ആ ചേച്ചി പറഞ്ഞിട്ട് കേട്ടില്ല, അങ്ങനെ വാക്ക് തർക്കമായി, അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയായി. അതിൻ്റെ പേരിൽ ആ ചേച്ചീനെ അടിച്ചു. അവർ ഹോസ്പിറ്റലിലാണ്. ഇനി ഇവനേരെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളൊന്ന് പറയും, പെട്രോൾ പമ്പിൽ തീയും കത്തി തീപ്പന്തവും കൊളുത്തിയിട്ട് ആരെങ്കിലും പെട്രോൾ അടിക്കാൻ പോകും? അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും ഉത്തരവാദിത്തി? എത്ര ആൾക്കാർ അതുവഴി പോകുന്നതാണ്? മെയിൻ റോഡാണ്, ഒരു പെട്രോൾ പമ്പാണ്. ഒരു തീപ്പൊരി മതി വലിയൊരു അപകടം നടക്കാൻ വേണ്ടിയിട്ട്. ആ അപകടം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ആ ചേച്ചി ആദ്യമേ പറഞ്ഞത് നിങ്ങൾ ആ ചന്ദനത്തിരി ഒന്ന് അണക്ക് എന്ന് പറഞ്ഞത്. അത് കേൾക്കാതെ ആ ചേച്ചീനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുവിളിയായി, പെറിവിളിയായി. അപ്പം നിങ്ങൾ തന്നെ പറയും, ഈ കമൻ്റ് ഇടുന്നവരൊന്ന് കണ്ടിട്ട് പറയും, ഇത് ശരിയാണോ തെറ്റാണോ? ആർക്കാണ് തല്ലു കൊടുക്കേണ്ടത്? ഓട്ടോക്കാരനല്ലേ തല്ലു കൊടുക്കേണ്ടത്? തല്ലി അവൻ്റെ നടുവല്ലേ ഒടിക്കേണ്ടത്? തീപ്പന്തവും കൊളുത്തിയിട്ട് ഓട്ടോയിൽ പെട്രോൾ അടിക്കാൻ പോകുന്ന ഇവനെ എന്താ ചെയ്യേണ്ടത്? ചവിട്ടി അവിടെ ഇട്ട് കൂട്ടണ്ടേ? പറ. എന്നിട്ട് അവൻ തല്ലിയത് ആ ചേച്ചീനെ. എന്നിട്ട് അച്ഛനെ അമ്മയെ തെറി വിളിച്ചു കഴിഞ്ഞാൽ ആരായാലും അടിക്കണമെന്ന് നിങ്ങൾ കമൻറ്റും കൊടുക്കുന്നു. എന്തർത്ഥത്തിലാണ് കമൻറ്റ് കൊടുക്കുന്നത്? ആർക്കാണ് തല്ല് കൊടുക്കേണ്ടത്? ആർക്കാണ് ചവിട്ടി കൂട്ടേണ്ടത്? ഒന്ന് പറയും. ആരെയും അടിക്കേണ്ട? അവനല്ലേ, ഓട്ടോക്കാരനല്ലേ അടിക്കേണ്ട? അതോ ആ പെട്രോൾ പമ്പിൽ ദിവസക്കൂലിക്ക് നിൽക്കുന്ന, അല്ലെങ്കിൽ മാസത്തിൽ തുച്ഛമായ ശമ്പളത്തിൽ നിൽക്കുന്ന ആ പാവപ്പെട്ട ചേച്ചീനെയാണോ തല്ലേണ്ടത്? എന്താ കഥ? നമ്മുടെ കാലം ഇതാണ്, നമ്മുടെ നാടും ഇതാണ്. ഒന്നും പറയാനില്ല.